അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായിരിക്കുന്ന ഹിംസി റളിയല്ലാഹു തആല അൻഹുവിന്റെ 467ാമത് ഉറൂസ് മുബാറക്കിന്റെ ആദ്യത്തിലാണ് നമ്മൾക്ക് സംഗമിച്ചിട്ടുള്ളത്. മഹാരഥന്മാരായ ആളുകളോട് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ആദരിക്കുക എന്നത് പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ഇസ്ലാം തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കാൻ, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ മുസ്ലിമീങ്ങളായ ആളുകൾ മുഴുവനും ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശുദ്ധമായ ഹജ്ജിന് പോയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, ഉംറ നിർവഹിക്കാൻ പോയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവിടെ അവർക്കറിയാം പരിശുദ്ധമായ കഅബാലയത്തെ നമ്മൾ ആദ്യം ചെന്ന് കണ്ട് നമ്മുടെ ഹജറുൽ അസ്വദിന്റെ ആ മൂലയിൽ നിന്ന് തവാഫ് ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിനെ ചുറ്റി വന്നതിന് ശേഷം മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുകയാണ്. ആ കല്ലിന് എന്താണ് പ്രത്യേകതയുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചു ആദരിച്ചു എന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കഅബാലയത്തെ പടുത്തുയർത്താൻ വേണ്ടി ആ കല്ലിൽ കയറി നിൽക്കുകയും ആ കല്ല് ആവശ്യാനുസരണം ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക മാത്രമല്ല, ആ പെട്ടിക്കൂടിന്റെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ കല്ലിൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 കാൽപാദങ്ങളും പതിഞ്ഞു നിൽക്കുന്നത് ഏകദേശം ഒരു 4-5 ആയത്തിൽ ആ കല്ലിൽ ബഹുമാനപ്പെട്ടവരുടെ പാദങ്ങൾ പതിഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പ്രത്യേകത സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ബന്ധപ്പെട്ടു. അതുമായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ കയറി വന്നു. ഇബ്രാഹിമിന് കല്ലുമായി ബന്ധമുണ്ടായി എന്നതാണ് ബഹുമാനിക്കാനുള്ള ഒരു കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അതേപോലെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ അങ്ങനെ വന്ന് സഫയുടെയും മറുവയുടെയും ഇടയിൽ സഅയ് ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. സ്വഫാ എന്ന പർവ്വതവും മർവ എന്ന പർവ്വതവും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു മറ്റൊരിടത്ത് പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ, അല്ലാഹു ആദരിച്ചതിനെ, അല്ലാഹു ബഹുമാനിച്ചതിനെ, അല്ലാഹു ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചതിനെ ആരൊക്കെ ബഹുമാനിച്ചോ അവരുടെ ഹൃദയങ്ങളിൽ തഖ്വയുണ്ടാകാൻ അത് കാരണമായി തീരുകയാണ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, മഹാനായിരിക്കുന്ന ഹിംസി റളിയല്ലാഹു തആല ഇവിടെ 4 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇസ്ലാമിക ദഅവ പ്രവർത്തനങ്ങളിൽ മഹാനവറുകൾ വളരെ സജീവമായ ഇടപെടലുകൾ നടത്തുകയാണ്. എത്രയോ മനുഷ്യന്മാർക്ക് അവരാഗ്രഹിക്കുന്ന ദാഹത്തിന് ശമനം നൽകാൻ ഏത് വിധേന നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ദാഹമല്ല, ആത്മീയമായ ദാഹങ്ങൾക്ക് പൂരണം കണ്ടെത്താൻ മഹാനായിരിക്കുന്ന ഹിംസി റളിയല്ലാഹു അൻഹു സാധ്യമാവുകയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബഹുമാനിച്ച കാരണം കൊണ്ട്, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് അല്ലാഹുവിന്റെ അടിമകളാകുന്ന മനുഷ്യന്മാർ മഹാനായിരിക്കുന്ന ഹിംസി റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനിക്കുകയാണ്. നമുക്കറിയാം, മഹാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയ അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാല സമ്മേളനങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ചിരുന്ന, അതിന് അധ്യക്ഷത വഹിച്ചിരുന്ന മഹാനായിരിക്കുന്ന ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയ ആ മഹാനുഭാവനായ മനുഷ്യന് രോഗം പിടിപെട്ട് ആ മനുഷ്യനെ ബഹുമാനപ്പെട്ട പണ്ഡിതനായ വയോധികനായ ഉസ്താദ് അവറുകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതിനെ ചികിത്സിച്ച ഒരു അമുസ്ലിമായ ഒരു ഡോക്ടറെ, ആ മുസ്ലിമായ ഡോക്ടറെ മഹാനായിരിക്കുന്ന ഖുതുബി തങ്ങളെ ചികിത്സ നടത്തുകയാണ്.
ചികിത്സ കഴിച്ച് അതിന്റെ പുറത്തു പോകുന്ന സമയത്ത് മഹാനായിരിക്കുന്ന ഉസ്താദ് കൂടെയുള്ള ആളുകളോട് എത്രയാണ് ബില്ല്, എത്രയാണ് ഇവിടുത്തെ ചാർജ് എന്ന് ചോദിക്കുമ്പോ ആ ഡോക്ടർ പറയുന്നത്, എനിക്ക് ഞാൻ അദ്ദേഹത്തെ ചികിത്സിച്ചിട്ട് പണം ആവശ്യമില്ല, കാരണം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനെ, ആ മനുഷ്യയാണ് ഞാൻ ചികിത്സിച്ചത്, അതുകൊണ്ട് അദ്ദേഹത്തെ ചികിത്സിച്ചത് കൊണ്ട് എനിക്ക് പണം ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടറുടെ കയ്യിൽ തലവെച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന ഖുതുബി തങ്ങളവറുകൾ ദുആ ചെയ്തു കൊടുത്തു, മന്ത്രിച്ചു കൊടുക്കുകയാണ്. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുമായി കണക്ട് ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിനോട് ബന്ധപ്പെടുത്തുന്ന ആളുകൾ, ആ മഹാരഥന്മാരായ ആളുകൾ, അവർക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അതുകൊണ്ടാണ് ഇത്ര മഹത്തുക്കളായ ആളുകളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. അവർ യഥാ സമയങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്തവരാണ്. ഒരു സമയത്തും അല്ലാഹുവിന്റെ ചിന്തയിൽ നിന്ന് മാറി നിൽക്കുന്നവരല്ല. ആനായിരിക്കുന്ന സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, ഞാൻ വലത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും ഞാൻ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും പടിഞ്ഞാറോട്ട് നോക്കിയാലും കിഴക്കോട്ട് നോക്കിയാലും ഞാൻ അല്ലാഹുവിന്റെ സ്പർശനങ്ങളെ കാണുന്നു, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ കാണുന്നു എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഈ സരണികളൊക്കെ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് മുട്ടുന്ന സരണികളാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ബഹുമാനിച്ച ആദരിച്ച സംവിധാനങ്ങൾ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. ഈ സ്വഫയും മർവ എന്ന് പറയുന്ന പർവ്വതങ്ങൾ വളരെ ചെറിയ രണ്ട് പർവ്വതങ്ങളാണ്. നമ്മുടെ കേരളത്തിലുള്ള വലിയ പർവ്വതങ്ങൾക്ക് സമാനമല്ല. ഹിമാലയത്തിന്റെ വലിപ്പമില്ല, എവറസ്റ്റിന്റെ വലിപ്പമില്ല, പക്ഷേ ചെറിയ രണ്ട് പർവ്വതങ്ങളാണ്. ആ പർവ്വതങ്ങളെക്കാൾ എത്രയോ വിശാലമായ, എത്രയോ വലിപ്പമുള്ള പർവ്വതങ്ങൾ മക്കയിലുണ്ട്. പക്ഷേ ആ പർവ്വതങ്ങൾക്കില്ലാത്ത ഒരു ബഹുമാനം, ആദരവ് എങ്ങനെയാണ് സ്വഫക്കും മർവക്കും കിട്ടിയത്? അതിനെ ഓടി നടന്നു എന്നതാണ് അവിടുത്തെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് നമ്മുടെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സംഗതിയാണ്. ഒരാൾ ഇവിടെ ഉംറ നിർവഹിക്കാൻ പോയി, ഹജ്ജ് നിർവഹിക്കാൻ പോയി, അയാൾ പറഞ്ഞു, ഞാൻ സ്വഹയുടെയും മർവയുടെയും ഇടയിൽ ഞാൻ സഈ ചെയ്യുകയില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ അമൽ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയ ആ സംഗതിയെ അയാൾ നിരുത്സാഹപ്പെടുത്തിയാൽ ഒരു കാരണവശാലും അയാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ മഹത്തുക്കളായ ആളുകൾക്ക് ബഹുമാനവും ആദരവും എന്തുകൊണ്ട്? അവർ അല്ലാഹുവിനെ മനസ്സിലാക്കുകയും അല്ലാഹുവിന് വേണ്ടി സർവ്വസമയവും സമർപ്പിക്കുകയും ചെയ്ത ആളുകളാണ് ഈ മഹത്തുക്കളായ ആളുകൾ. അവരുടെ ശരീരത്തിനെ ജീവിതത്തിൽ മുഴുവനും അവർ മുറുകെ പിടിച്ച ആളുകളാണ്. ഒരു സമയത്ത് പോലും അവർ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. നമ്മൾ മനസ്സിലാക്കണം, പലയിടത്തും നമ്മൾ കൂണുപോലെ കാണുകയാണ് പല ഔലിയാക്കന്മാരെ. ബഹുമാനമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരം ആളുകൾക്കെതിരെ, കള്ളന്മാരായ ആളുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത് ചരിത്രത്തിലെമ്പാടും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ നാടുകളിൽ പലയിടങ്ങളിൽ നിസ്കരിക്കാത്ത ആളുകൾ, ഒരു അറിവോ വിവരവും ഇല്ലാത്ത ആളുകൾ, ശരീരത്തിനെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ, ഒരു ഹുക്മ പോലും കൃത്യമായി പറയാൻ കഴിയാത്ത ആളുകൾ, അത്തരം ആളുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ അവർ ഔലിയാണെന്ന് പറഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ശരീരത്ത് വിട്ടുകൊണ്ട് ഒരു ഔലിയയും ഉണ്ടാവുകയില്ല, ഒരു ഔലിയയും ഉണ്ടാവുകയില്ല. ആനായിരിക്കുന്ന ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകൾ 90 വയസ്സ് വരെ ജീവിച്ച മഹാനാണ്. ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു ഫർദ് നിസ്കാരം എന്ന് വേണ്ട ഒരു സുന്നത്ത് നിസ്കാരം പോലും അദ്ദേഹം ഒഴിവാക്കിയത് രേഖപ്പെടുത്തിയപ്പെട്ടിട്ടില്ല. ആനായിരിക്കുന്ന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ സാത്വികനായ മഹാനാണ്. മഹാനായിരിക്കുന്ന അഹ്മദുൽ കബീർ റിഫായി തങ്ങളവറുകൾ ഏതെങ്കിലും ഒരു സമയത്ത് നിസ്കാരം ഒഴിവാക്കിയത് കാണാൻ കഴിയുകയില്ല. അയാൾക്ക് നിസ്കാരം ആവശ്യമില്ല എന്ന ഒരു തിയറിയൊന്നുമില്ല. അയാൾ ഒരു മനുഷ്യൻ ഔലിയാണെന്ന് പറഞ്ഞ്, അയാൾ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയാൾക്ക് ശരീഅത്തുണ്ടോ എന്നാണ്. അയാൾ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ കള്ളനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പറയും, ചില ആളുകൾക്ക് ചില
ഔലിയാക്കന്മാർ നിസ്കരിച്ചില്ലല്ലോ, അവർ നിസ്കരിക്കാത്ത ആളുകളായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. പലരും പറഞ്ഞു അവർ ഔലിയാക്കന്മാരാണല്ലോ എന്ന്. ബഹുമാനമുള്ള സഹോദരൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് വലിയ സമ്പത്തുണ്ടായി, വലിയ സമ്പത്ത്, കച്ചവടക്കാരനാണ്, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഓരോ ദിവസവും അയാൾ നടത്താറുണ്ട്. രാത്രി 12 മണിയാകുമ്പോ അയാളുടെ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന നേരത്തെ കോടിക്കണക്കിന് രൂപയുടെ വിറ്റ് വരുമാനമുള്ള മുതലാളിയാണ്. ഒരു സുപ്രഭാതത്തിൽ അയാളുടെ എല്ലാ മുതലുകളും നഷ്ടപ്പെട്ടു പോയി. അയാൾ പാപ്പരായി പോകുന്ന ഒരു സാഹചര്യമാണ്. നേരം വെളുത്തേക്ക് വന്നപ്പോ അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാളുടെ മുതലുകൾ മുഴുവനും ഗവൺമെന്റ് കണ്ടുകെട്ടിയിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ട് ആ മനുഷ്യനെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായാൽ അയാൾ പലതും വിച്ചും പേയും പറയാൻ തുടങ്ങി. ആളുകൾ ആക്രമിക്കാൻ തുടങ്ങിയാൽ അത്തരം ആളുകൾ നമ്മൾ പറയുന്നത് മജ്നൂൻ എന്നാണ്. അതേപോലെ ഒരു മനുഷ്യന് ഒരു പെണ്ണിനോട് പ്രണയമുണ്ടായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അഭിലാഷം ഉണ്ടായിരുന്നത് കിട്ടിയില്ല, അയാൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടത് ആ വിഷയത്തിലായിരുന്നു. പക്ഷേ ആ വിഷയത്തെ പുൽകുവാനോ ആ വിഷയത്തിലേക്ക് അയാൾക്ക് എത്തിപ്പെടാനോ സാധ്യമാകാതെ അയാളുടെ മനസ്സ് പതറിപ്പോയി. അയാൾക്ക് മാനസികമായ വിക്ഷോഭങ്ങൾ ഉണ്ടായി. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ മനുഷ്യന് നമ്മൾ പറയുന്ന പേര് മജ്നൂൻ എന്നാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിന്തിച്ച് ഞാൻ എങ്ങനെയാണ് മരിച്ചു പോകുക, എന്റെ ആഖിബത്ത് എന്തായി പോകും, ഞാൻ എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ എന്റെ അവസ്ഥ എന്തായി പോകും, മലക്കുകൾ ചോദ്യം ചെയ്യുന്ന നേരത്തെ എനിക്കെന്താണ് ഉത്തരം പറയാൻ കഴിയുക? ഞാൻ നാളെ പരലോകത്ത് നിന്നാൽ ശക്തിയിലാണോ അതല്ല സുഅദായിലാണോ ശക്തിയിലാണോ എന്ന് അറിയില്ല. വിജയിച്ച ആളുകളുടെ പട്ടികയിലാണോ ആളുകളുടെ പട്ടികയിലാണോ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചിന്തിച്ച് അയാളുടെ മനസ്സിന് പ്രയാസമുണ്ടായി. അയാൾ ഇങ്ങനെ പലതും പറയാനും ചെയ്യാനും തുടങ്ങിയാൽ അയാൾ ചിന്തിച്ച വിഷയത്തെ പരിഗണിച്ചുകൊണ്ട് അയാൾ നമ്മൾ പറയുന്ന പേര് മജ്നൂൻ എന്നാണ്. അത്തരം ഔലിയാക്കന്മാരുണ്ടാകും. അല്ലാഹുവിനെ ചിന്തിച്ച് അല്ലാഹുവിൽ വിലായം പ്രാപിച്ച് ആളുകളെ മജ്നൂനായ ഔലിയാക്കന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഔലിയാക്കന്മാരുണ്ടാവും. അത് എന്ന് വിചാരിച്ച് നമ്മൾ അവരെ ഇത്തിബാഅ് ചെയ്യേണ്ട കാര്യമില്ല. അവരെ പിന്തുടരുന്ന നമ്മളോട് കൽപ്പനയില്ല. അവർ നിസ്കരിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കണ്ട എന്ന് പറയുന്നില്ല. ലോകത്തെ ദീൻ പൂർത്തീകരിക്കാൻ വന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ എത്രയോ തവണ തർജ്ജമ ചെയ്ത വിഷയമാണിത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്കെതിരെ അല്ലെങ്കിൽ കൂട്ടത്തിനെതിരെ ഒരു പ്രത്യേകമായ ആളുകൾക്കെതിരെ ഏടായി ദുആ ചെയ്തത് ചരിത്രത്തിൽ ഒന്നേ കാണാൻ കഴിയൂ. തന്റെ നിസ്കാരം ഖളാ ആകാൻ കാരണക്കാരായ ആളുകൾക്കെതിരെയാണ് നബി തങ്ങൾ ഏടായി ദുആ ചെയ്തത്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ദീൻ പഠിപ്പിക്കുക മാത്രമല്ല അത് പൂർത്തീകരിച്ചു തന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ചയുമില്ല. നമ്മൾ നിർബന്ധമായി അത് നിർവഹിക്കേണ്ട ആളുകളാണ്. നമ്മൾ എന്ത് പണികളുണ്ടെങ്കിലും തിരക്കുകളുണ്ടെങ്കിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 6000 ചില്ലാനും കൊല്ലക്കാലം ആ മനുഷ്യനെ ഒരുത്ത നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ശിക്ഷിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ കണിശത ഉണ്ടാകണം. നിസ്കാരം ഫർദായിട്ട് നിർവഹിക്കണം. അതോടൊപ്പം കഴിയുന്നത്ര സുന്നത്തുകൾ നിർവഹിക്കാൻ പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ആനായിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ശ്രമം കൊള്ളുന്ന ഈ മഹാനായിരിക്കുന്ന മനീഷി അല്ലാഹുവിനെ ഉയർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അദ്ദേഹം വന്ന് ഞാൻ ഔലിയാണെന്ന് പറഞ്ഞതല്ല. മഹാന്മാരായ ആളുകളെ തർബിയത്ത് ചെയ്യാൻ കഴിവുണ്ടായിരുന്നവരാണ് മഹാനവറുകൾ. മഹാനായിരിക്കുന്ന ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അവരുടെ ചരിത്രത്തിൽ ഞാൻ
വായിച്ചിട്ടുണ്ട്. ആനവകൾ നന്ദിയിലേക്ക് പോകുന്ന യാത്രയിൽ വെള്ളിമാട് കുന്നിൽ വീട്ടിൽ നിന്നിറങ്ങി ഈ മഹാനായിരിക്കുന്ന വലിയ ചാരത്ത് വന്ന് അവിടെ സിയാറത്ത് ചെയ്തിട്ട് നന്ദിയിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് ആനവകൾ ധൃതിയിൽ വാഹനത്തിൽ കയറി നേരെ വെള്ളിമാട് കുന്നിലേക്ക് പോകാൻ വണ്ടി വിടാൻ പറയുകയാണ്. മഹാനവകളുടെ വണ്ടി തിരിച്ചു വെള്ളിമാട് കുന്നിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നിരുന്നോ എന്ന്. ആ സമയത്ത് വീട്ടുകാർ പറഞ്ഞത്രേ, ഇവിടെ ഒരു ആട്ടിന്റെ തല കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്ന്. ഇവനാക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണമാണ് ആട്ടിന്റെ തല എന്ന് പറയുന്നത്. അതിവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മഹാനായിരിക്കുന്ന ശൈഖുന അത് പുറത്തു കൊണ്ടുപോയി ഒഴിവാക്കാൻ പറയുകയാണ്. മഹാനായ ശൈഖുനയോട് ചോദിച്ചപ്പോൾ പറയുന്നത്, മഹാനായിരിക്കുന്ന തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ വിഷം ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മരിച്ചു പോയതിനു ശേഷം തർബീയത്ത് നടത്താൻ കഴിവുള്ള ഒരു മഹാമനീഷിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരൊന്നും നിസ്സാരക്കാരായ ആളുകളല്ല. അവരുടെ ആഗ്രഹത്തിൽ നമ്മൾ വരുമ്പോ അവരോട് പറയുമ്പോ ആ ഭവ്യതയിലും ആദരവുമാകണം നമ്മൾ അവരോടൊക്കെ പെരുമാറേണ്ടത്. മഹാന്മാരായ അവരെ കിതാബുകളെ രേഖപ്പെടുത്തുന്നത് കാണാമല്ലോ. ഒരു മഹാനായിരിക്കുന്ന മനുഷ്യനെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ നമ്മുടെ ജീവിതകാലം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അദ്ദേഹത്തിന് മുമ്പിൽ കണ്ണട വെച്ച് പോകാത്തയാളാണ്, ജനിച്ചു പോകാത്തയാളാണ്, സംസാരം വളരെ പതുക്കെയായി സംസാരിക്കുന്നവരാണ്. എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നമ്മൾ അദ്ദേഹത്തോട് പെരുമാറിയത് അതേപോലെ പോകണം മരണത്തിന് ശേഷം എന്ന് മഹാന്മാരായ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ ഈ മഹാന്മാരോട് നമ്മൾ സങ്കടം പറയുമ്പോ അല്ലാഹു തആലയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോ ഈ മഹത്തുക്കളായ ആളുകൾക്ക് നമ്മൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനും നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് തേടാനും അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി പറയാൻ നമുക്ക് കഴിയുന്ന ആളുകളാണ് ഈ മഹത്തുക്കളായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആനായിരിക്കുന്ന തങ്ങളുടെ മദദും മഊനത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ വന്ന് നമ്മളെല്ലാവരെയും കുടുംബസമേതം അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഇതിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഇതിന്റെ സംഘാടകർ, ഇതിന്റെ ഭാരവാഹികൾ, ഇവിടുത്തെ ഉസ്താദുമാർ, ഇവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. അഭിവന്ദനായ ഈ ഉസ്താദിനെ പോലെയുള്ള വയോധികനായിരിക്കുന്ന ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സംവിധാനത്തെ ഇവിടെ കെട്ടിപ്പടുക്കാൻ ഇതിനൊക്കെ ആവശ്യമായ നേതൃത്വം നൽകാൻ അവരൊക്കെ പണിപെടുന്നവരാണ്. ആനായിരിക്കുന്ന ബഷീർ വൈസി ഇവിടെ വരാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ ആലിമീങ്ങൾക്കും ഇസ്സത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന്, സകല ശർറുകളിൽ നിന്ന്, സകല സിഹറുകളിൽ നിന്ന്, കണ്ണേറുകളിൽ നിന്ന് അല്ലാഹു തആല അവർക്കും നമുക്കും കാവൽ നൽകട്ടെ. ഇവിടെ നമ്മൾ വന്നു എന്ന കാരണം കൊണ്ട് ഈ മഹാനായിരിക്കുന്ന മനുഷ്യന്റെ കൂടെ, ഈ വലിയന്റെ കൂടെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ കുടുംബസമേതം ഒരുമിപ്പിച്ച് തരട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തിരുവചനത്തോടെയും തിരുസ്വലാത്തോടെയും ഈ സംഘത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി